10 ലക്ഷം സ്റ്റുഡൻസിനെയാണ് കാനഡയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അവിടെ പഠിക്കാൻ പോകുന്ന പല വിദ്യാർത്ഥികളും ഒരു വർഷ കോഴ്സിന് പോയി കഴിഞ്ഞാൽ 2 വർഷമൊക്കെ PR കിട്ടിയിരുന്നു. അതുകൂടാതെ 2 വർഷ കോഴ്സ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് 3 വർഷം വരെയൊക്കെ PR കിട്ടിയിരുന്നു. ഇപ്പോ PR അങ്ങ് നിരോധിച്ചു. ഇനി PR ഇല്ല. പല നുണകളും പല ഫേക്ക് സർട്ടിഫിക്കറ്റുകളും ഒക്കെ ആയിട്ട് ഒരുപാട് ഇന്ത്യക്കാർ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 10 ലക്ഷം ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അതിൽ മലയാളികളുടെ എണ്ണം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. നോർത്ത് ഇന്ത്യക്കാർ അവിടെ പോയി കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങളും ഇതിനൊക്കെ ഒരു കാരണമാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ ഒരു നോർത്ത് ഇന്ത്യക്കാരന്റെ കഴപ്പ് വീഡിയോയിലൂടെ കാണിക്കാം. എന്നതിന് ശേഷം നമുക്ക് നേരെ ആ വിഷയത്തിലേക്ക് കിടക്കാം. Don't treat Canada like it's India. You want to act like that. Stay where you came from. No, I will stay here only. We are all coming and we are taking over. We will replace you all. We are going to work at the Tim Hortons and mess up your order on purpose only. We will marry your woman and shit on your beach. Nothing you can do will stop us. Nothing. Soon the takeover will be complete. ഞങ്ങൾ ഇന്ത്യക്കാര് അവിടെ വന്ന എല്ലാം പിടിച്ചടക്കുമെന്ന് പറയുന്നത്. എസ്പെഷ്യലി പഞ്ചാബികളാണ് ഇതൊക്കെ ചെയ്യുക എന്നാണ് ആള് പറയുന്നത്. നിങ്ങളുടെ ബീച്ചുകളിൽ പോലും ഞങ്ങൾ അപ്പിയിട്ട് വെക്കുന്ന പറയുന്നത്. ശരിക്കും ഇവൻ എന്താ ചെയ്യേണ്ട അറിയോ? പിടിച്ച് കെട്ടിയിട്ട് ഇവന്റെ തലയിലൂടെ അതങ്ങ് സാധിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കുറെ കൂത്തറകള് ഇവന്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ പോലും അത് അവരറിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് അവർ തന്നെ ഷെയർ ചെയ്യുന്നു. ഇവൻ ഇംഗ്ലീഷിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഒരു കൂട്ടം നായ്ക്കാട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവരൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിയാത്തത്. മലയാളികൾ അടിപൊളിയാണ് എന്ന് ഞാൻ ഇപ്പോഴും പൂർണ്ണമായി പറയുന്നില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്ന ഒരു സ്ഥലത്ത് മലയാളികൾക്ക് ജോലി കിട്ടാത്തൊരവസ്ഥയുണ്ട്. അത് നമുക്ക് പാർട്ട് 2 നോക്കാം. നമുക്ക് നേരെ എന്താ സംഭവിച്ചത് എന്നൊന്നും നോക്കാം. കാനഡയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹം ആശങ്കയിലാണ്. 10 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിൽ നിന്ന് പുറത്താകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഭൂരിഭാഗം പേരുടെയും വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞു. വർക്ക് വിസ കിട്ടാതെ വന്നതോടെയാണ് അവർക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നത്. വർക്ക് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ്. എന്തുകൊണ്ട് വർക്ക് കിട്ടുന്നില്ല? എന്തുകൊണ്ട് ഇന്ത്യക്കാർക്ക് അവർ വർക്ക് കൊടുക്കുന്നില്ല? അതാണ് ആദ്യത്തെ ചോദ്യം. ഇന്ത്യക്കാർക്ക് അവരെങ്ങനെ വിസ കൊടുക്കും? ഇന്ത്യക്കാർക്ക് എങ്ങനെ അവർ ജോലി കൊടുക്കും എന്നുള്ളതാണ്. റോഡ് നീളെ തൊപ്പി നിറയ്ക്കുന്ന ഇവറ്റകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ജോലി കിട്ടില്ല, നമുക്ക് PR കിട്ടില്ല. അതുകൂടാതെ തന്നെ അവിടെയുള്ള ആളുകളെ കല്യാണം കഴിച്ചാൽ ആ നാട്ടിൽ കൂടാമെന്നുള്ള ആ ഒരു മോഹവുമായി ചെന്നുകൊണ്ട് വൃത്തികേടുകൾ കാണിച്ച് കുടുങ്ങുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിസ കിട്ടില്ല. ജോലി എടുക്കുക, സമ്പാദിക്കുക, തിരിച്ചു വരിക. നമ്മുടെ സംസ്കാരം അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച അവരെടുത്ത് ദൂരക്കളയും. ഇത് ചെറിയ ഒരു ഡോസേജ് മാത്രമാണ്. ഇനി കാനഡയിലുള്ള ഒരു വ്യക്തി കൃത്യമായി ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. കേൾക്കാം. ലക്ഷം രൂപ വേണം നമുക്ക് കാനഡ ഒരു 4 ഇയർ കോഴ്സ് പഠിക്കണമെങ്കിൽ, ഒരു ഡിഗ്രി പഠിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് പ്ലസ് 2 കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഏതെങ്കിലും ഒരു 2 ഇയർ കോഴ്സ് എടുക്കും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ പോലും ഒരു നോർമൽ 2 ഇയർ കോഴ്സ് എടുക്കും. ഇതിൽ 99% ആൾക്കാരെ എയിം എന്ന് പറഞ്ഞാൽ കാനഡയിൽ വരിക, പഠിക്കുക, ഒരു ജോലി കിട്ടുക, അതുപോലെ PR കിട്ടുക, കാനഡ സെറ്റിൽ ആവുക. ഈ ഒരു മൈൻഡോടി തന്നെയാണ് അവരുടെ രക്ഷിതാക്കളാണെങ്കിലും അവരാണെങ്കിലും കാനഡയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർ 2025, 2026 പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ കോഴ്സ് കഴിയും. പിന്നെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2025 കാനഡ ഗവൺമെന്റ് ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവർ 2023 കാനഡയിലേക്ക് വരുന്നത്. അപ്പൊ ഏജൻസികൾ എന്തോ പറഞ്ഞു. അപ്പൊ ആ ഒരു ഏജൻസിയാണ് 7000 പേരെ അയച്ചിരിക്കുന്നത്. അങ്ങനെ പല പല ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാരും കൂടെ എത്ര പേരെ അയച്ചിട്ടുണ്ടായിരിക്കും ഇന്ത്യക്ക്? ചിലപ്പോൾ 10000 പേര് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലും പല പല സംസ്ഥാനങ്ങളായിട്ട് എത്ര ഏജൻസികളുണ്ട്. ചിലരൊക്കെ ഫേക്ക് ആയിട്ട് ഡോക്യുമെന്റ് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഒത്തിരിയും പേര് വന്നിട്ടുണ്ട് 2023, 2024 ആയപ്പോഴത്തേക്ക്. പക്ഷേ 2025 ആയപ്പോഴത്തേക്ക് കാനഡയ്ക്ക് ഒരു ബോധം വന്നു. പെട്ടെന്ന് സുപ്രഭാതത്തിലാണ് കാനഡ ഉടനെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. കാരണം ഒത്തിരിയും പേര് വന്നിട്ടുണ്ട്. ഇമിഗ്രന്റ് കൂടി. പിന്നെ ഇമിഗ്രന്റ് വന്നതിന് ശേഷം അവർ നല്ല രീതിയിലൊന്നും അല്ല പെരുമാറുന്നത്. ഇപ്പൊ മലയാളികൾ ഫൈൻ, നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും പല പല ആൾക്കാരൊക്കെ ആണെങ്കിലും ഒരു വൃത്തിയായിട്ട് രീതിയിലാണ് അവർ ഇന്ത്യ എങ്ങനെയാണോ അത് ഇങ്ങോട്ട് പറിച്ചു നടുക, അവരുടെ കൾച്ചർ എങ്ങനെയാണോ അത് ഇങ്ങോട്ട് പറിച്ചു നട്ടിട്ട് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒരു നല്ല രീതിയിലേക്ക് മാറ്റാം. നമ്മളാണ് ബെറ്റർ, കാനഡക്കാർ അവരുടെ കൾച്ചർ കൊള്ളത്തില്ല, അതുകൊണ്ട് നമ്മുടെ കൾച്ചർ അവർക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ള തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ സമ്മതിക്കും. അങ്ങനെ ആന്റി ഇമിഗ്രേഷൻ ആയി, ആൾക്കാർക്കൊന്നും നമ്മൾ ഇഷ്ടപ്പെടാതായി, ഇന്ത്യക്കാർ ഭയങ്കര മോശം ഇതിലേക്ക് മാറി. അങ്ങനെ ബിഹാറിക്ക ബിമാരി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ആണ്. ഒരു ബിഹാറി ആയിട്ടുള്ള വ്യക്തി കഴുത്തിൽ ഒരു വലിയ കൊട്ടയൊക്കെ വെച്ച് കെട്ടി അവിടെ സമൂസ വിൽക്കുകയാണ്. ബീഹാറി സമൂസ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിൽക്കുന്നത്. ആള് വൻ വിജയമാണ്. ആരുടെ മുന്നിലാണെന്നറിയോ? ഈ പഞ്ചാബികളുടെയും ബീഹാറികളുടെയും മുന്നിലാണ്. നേരെ തിരിച്ച് ആ രാജ്യക്കാർ അതിനെ പറയുന്നത് വളരെ മോശപ്പെട്ട വാക്കുകളാണ്. അവര് തീ ഒക്കെ ആയിട്ടാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ്. അത്ര വൃത്തിഹീനമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു കാര്യത്തെ പിൻപറ്റിക്കൊണ്ട് ഒരുപാട് നോർത്ത് ഇന്ത്യക്കാര് സെയിം പാറ്റേണിൽ തന്നെ ഇപ്പൊ ആ പരിപാടി ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ പോയാൽ സൈലന്റ് ആയിരുന്ന ഒരു സമയത്ത്, പക്ഷെ ഇന്ന് ചീറിപ്പൊളിക്കുന്ന, ബഹളം വയ്ക്കുന്ന ഹിന്ദിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ്. മലയാളികൾ അവരുടെ ഭാഗത്തു നിന്ന് മാറി മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചേക്കേറി തുടങ്ങി എന്നുള്ളതാണ്. ഇവറ്റകളെ കയറ്റി അയച്ചാൽ തന്നെ സമാധാനമാകും എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം
ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾ ഇതിൽ ക്രൂശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മലയാളികൾ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവർ അത്രക്ക് കൂതറ പരിപാടി അവർ ചെയ്യാറില്ല. ചില ആളുകളൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷെ ഒരാൾ ചെയ്താൽ അത് എല്ലാവരുടെയും തലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വന്നപ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ പരമായിട്ട് ഭയങ്കര ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പൊ 2025 ആയപ്പോഴത്തേക്ക് കാനഡ ഗവൺമെന്റ് എന്ത് പറഞ്ഞു, ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞ സംഭവം വേണമെന്ന് പറഞ്ഞു. അതായത് കാനഡയിൽ വന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഇന്ന കോഴ്സുകൾ പഠിക്കണം. അതായത് സ്റ്റെം കാറ്റഗറി, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഫീൽഡ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡ്, അല്ലെങ്കിൽ ട്രേഡ് ഫീൽഡ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഫീൽഡ്, അങ്ങനെ കുറെ ഫീൽഡുകൾ പറഞ്ഞു ഈ ഫീൽഡൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതും കാനഡ ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തു. അതിലും വലിയ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് ജോലി അനുസരിച്ചിട്ട് tier 0, 1, 2, 3 എന്ന് പറഞ്ഞ കാറ്റഗറിയുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ 1+1 പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാർക്ക് സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവർ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി പോയിട്ടുണ്ട്. അവർ തിരിച്ച് നാട്ടിലേക്ക് പോകണം. അങ്ങനെ എല്ലാ തരത്തിലും കാനഡ ഗവൺമെന്റ് ഇമിഗ്രേഷൻ പരമായിട്ട് അങ്ങ് സ്ട്രിക്റ്റ് ആക്കി. അപ്പൊ ഈ ഫീൽഡ് ഓഫ് സ്റ്റഡി വന്നപ്പോഴത്തേക്ക് എന്ത് കോഴ്സ് എടുത്താലും കാനഡയിൽ PR എടുത്തൊരു പരിപാടിയായിരുന്നു നേരത്തെ. ആ ഒരു മൈൻഡോടുകൂടി ഏജൻസികളൊക്കെ കുത്തിപ്പൊക്കി കയറ്റി വിട്ട ആൾക്കാർ. അപ്പൊ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ PR കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും അറിഞ്ഞൂടാ. ഏജൻസികൾ പറഞ്ഞത് കണ്ണുമുട്ടി വിശ്വസിച്ചു. 20 ലക്ഷം ലോൺ എടുത്തു, അല്ലെങ്കിൽ 30 ലക്ഷം ലോൺ എടുത്തു, കാനഡയിലേക്ക് വന്നു. പഠിച്ചിറങ്ങി കഴിയാറായപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് കാനഡ ഗവൺമെന്റ് ഒരു റൂൾ ഇറക്കി, ഈ പഠിക്കുന്ന കോഴ്സിന് വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല, ഈ പഠിക്കുന്ന കോഴ്സിന് വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യണം? ഇവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടൂല. വർക്ക് പെർമിറ്റ് എലിജിബിൾ അല്ല. കാരണം കാനഡയ്ക്ക് വേണ്ടാത്തൊരു കോഴ്സാണ് അവർ പഠിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട്, റെസ്റ്റോറന്റ് ഫീൽഡ് പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട്. അതൊന്നും കാനഡയ്ക്ക് ഇപ്പൊ വേണ്ട. അതിലേക്ക് ആൾക്കാർ കൂടുതലാണ്. കാനഡയ്ക്ക് വേണ്ടത് ഹെൽത്ത് കെയർ ഫീൽഡ്. ഞാൻ കുറെ ഫീൽഡ് പറഞ്ഞല്ലോ. എങ്ങനെയെങ്കിലും ആ രാജ്യത്തേക്ക് എത്തുക, അതിനുവേണ്ടി ഏത് വിസയാണെങ്കിലും വേണ്ടിയില്ല എന്ന് പറഞ്ഞ് പണം ലക്ഷക്കണക്കിന് രൂപ അങ്ങ് കെട്ടിവെച്ച് അങ്ങ് ചെല്ലുകയാണ്. എന്നാൽ ആ രാജ്യത്ത് ഏത് കോഴ്സ് പഠിച്ചാലാണ് നമുക്ക് അവിടെ വർക്ക് വിസ കിട്ടുക എന്നുള്ള, വർക്ക് പെർമിറ്റ് കിട്ടുക എന്നുള്ള ഒരു ബോധം അത് അവിടെയുള്ള ആളുകൾക്ക് അറിയാമെന്നുള്ളതാണ്. ഇവിടെയുള്ള ഏജൻസിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മണ്ടത്തരത്തിൽ പോയി പെടാതിരിക്കുക. ഇനി കാനഡയിലേക്ക് എത്തിപ്പെടാൻ അത്ര സിമ്പിൾ ആയിരിക്കില്ല കാര്യങ്ങളെന്നാണ്. പക്ഷെ ഇതിൽ ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യം എന്താണെന്നറിയോ? ഓസ്ട്രേലിയയ്ക്കും ഈ ഒരു പ്രശ്നം വന്നു എന്നുള്ളതാണ്. പക്ഷെ ഓസ്ട്രേലിയയുടെ വിഷയം കുറച്ചുകൂടി സങ്കീർണമാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാ നല്ലത്, ഈ വീഡിയോയിൽ ചേർക്കുന്നില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിഹാറി ക ബിമാരി, ബീഹാറിൽ നിന്നും സമൂസ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച്. അയാൾ നല്ല എയറിലാണ്, അതേപോലെ വൈറലാണ്. അതേ പാറ്റേൺ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുവുണ്ട്. യൂറോപ്പ് രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വസ്തുവുണ്ട്. ആ വസ്തുവിന്റെ ഒരു പ്രൊമോഷൻ ആണെന്ന് കാണാം. लंदन में अच्छे लोगों के दिल हो जाता है इसके स्वाद पे कुर्बान क्योंकि ये है पटलानी का चॉकलेटी पान. अभी ये भी कटेगा. पटलानी लोगों को नहीं, पान को चूना लगाती है. मदहोश हो जाओगे. काटा तो इलाज तो करना पड़ेगा ना. वाह. अरे पटलानी जी, आपने तो मेरी आंखें ही खोल दी. अब मैं कहीं पे भी नहीं थूकता. पटलानी खुश हुई. अभी ये खाओ, इसको खा के थूकना नहीं, सीधा निकल जाना. सही है ना? സഹി ബാത്ത്. അധികം വൈകാതെ പുറത്തേക്ക് എടുത്ത് വലിച്ചെറിയുന്നുള്ളതാണ് പാൻ മസാല. ഏറ്റവും കൂടുതൽ വിദേശികൾ നമ്മളെ കുറ്റം പറയുന്ന ഒരു കാര്യമാണ് പാൻ മസാലയുടെ ഈ ഒരു വൃത്തികെട്ട തുപ്പി നിറയ്ക്കുന്ന പരിപാടി. ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ റെയിൽവേ ഏകദേശം 1300 കോടി പ്രതിവർഷം ഇത് ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാൻ മസാല തുപ്പി നിറയ്ക്കുന്ന ഈ കൂതറകൾ കാരണം തന്നെയാണ് ഒരുപക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ അടിച്ചോടിക്കുന്നത് എന്നുള്ളതാണ്. ഇവരുടെ ആഘോഷങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ദീപാവലി ആണെന്നുണ്ടെങ്കിലും ഹോളിയാണ് എങ്കിലും ഒരുപാട് വ്യത്യസ്തമാണ്. നഗരവും നാട് നശിപ്പിക്കാൻ കെൽപ്പുള്ള ആഘോഷങ്ങളാണ് എന്നുള്ളതാണ്. പടക്കം പൊട്ടിത്തെറിപ്പിക്കൽ മാത്രമല്ല, തുപ്പി നിറക്കൽ മാത്രമല്ല, ഇവരുടെ ശബ്ദ കോലാഹലങ്ങൾ കൂടി അതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് കൂടിയാണ് കാനഡയിൽ നിന്ന് നമ്മളെ തുടച്ചു നീക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്ലാനിങ് അല്ല, 2026 ഏകദേശം 3-4 മാസത്തിനകത്ത് തന്നെ 10 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ തിരിച്ചു വരേണ്ടി വരും. ഈ 10 ലക്ഷത്തോളം ആളുകൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിക്കൊണ്ട് ജോലി തേടി നാട്ടിൽ വരുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എന്തുകൊണ്ടാണ് യുവതി യുവാക്കൾ നിൽക്കാത്തത്? തൊഴിലില്ലായ്മ കൊണ്ട് തന്നെയാണ്. തൊഴിൽ വേതനം വളരെ കുറവായതുകൊണ്ടാണ്. ഇവിടെ വീണ്ടും പട്ടിണിയാകുമെന്നുള്ളതാണ്. ലോക ജനസംഖ്യയുടെ കണക്കനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ എന്ന മഹാരാജ്യം പട്ടിണിയിലേക്ക് കൂപ്പുകുത്താൻ അധികം നാളൊന്നും വേണ്ട. കുറച്ച് ആളുകളുടെ കയ്യിൽ പണമുണ്ട്, അവർ ജീവിക്കും. അല്ലാത്ത ആളുകൾ ചക്രശ്വാസം വലിക്കും. ആ ചക്രശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും മറ്റു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെയും നമ്മളെ ചക്രശ്വാസം വലിപ്പിക്കാൻ കുറെ കൂത്തറകളുണ്ട്. അതാണ് നോർത്ത് ഇന്ത്യക്കാർ. പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും പരമാവധി വാർത്താവിശേഷങ്ങളുമായി ഇവിടെ പോൾ സൈനിങ് ഓഫ്.